അപ്പൻ അന്നൊരു കയറെടുത്തിട്ട് എന്നെ ഒരു തെങ്ങുമേട് കെട്ടിയിട്ടിട്ട് അങ്ങോട്ട് അടി തുടങ്ങി. ഗംഭീരമായിട്ട് ഞാൻ നിന്നങ്ങോട്ട് കരയാണ്. ഞാൻ നോക്കുമ്പോൾ ഒരു കരിങ്കല്ലെടുക്കണം. ഈ കരിങ്കല്ലെടുത്തിട്ട് തലയിൽ ഒരൊറ്റിട്ടലാണ് ഞാൻ ചത്തു പൊട്ടിയെന്ന് പറഞ്ഞിട്ട്. പൊട്ടി ആടെ ഇപ്പോഴും ഉണ്ട് എൻ്റെ തലയിൽ. ചോര ഒലിച്ച് ഇങ്ങനെ വീഴാണ്. ഒരൊറ്റ ഓട്ടമാണ് അതും വെച്ച്. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് നാടകം എന്നാന്നല്ല ഓർമ്മയുണ്ട്? അത് 79-ലാണെന്നാണ് എൻ്റെ കറക്റ്റ് ഓർമ്മ. കല്യാണത്തിന് മുമ്പാണ് ആ നാടകം അവതരിച്ചത്. മാളവള്ളിപ്പുറം സൈമ തിയേറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ അതയച്ചത് അമേച്ചർ നാടകം. എല്ലാ പള്ളി പെരുന്നാളിനും വർഷത്തിൽ ഞങ്ങൾ നാടകം കളിക്കുമായിരുന്നു. അന്ന് ഞാൻ നാട്ടിൽ നിൽക്കണം അല്ല, അന്ന് ഞാൻ ഒരു വർഷം ഞാനൊന്ന് ഇവിടുന്ന് മാറിയെന്ന്. ജോലിയായിട്ട് പോയി? അല്ല, ജോലിയായിട്ട് തന്നെയാണ് പോയത്. പക്ഷേ വീട്ടിലുള്ള ഞാനൊരു ലവ് മാരേജ് ആയിരുന്നല്ലോ. അപ്പോൾ ആ ലവ് മാരേജിൽ വീട്ടുകാർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അല്ല, ഓടിക്കല്ലേ ഇത്. അവർ കുറേ എന്നെ ബ്രെയിൻ വാഷ് ചെയ്ത് അത് പറ്റില്ല, ഇത് പറ്റില്ല, നിനക്ക് ഇത്ര കാശ് വരെ മറ്റേ സ്ത്രീധനം കിട്ടും, ഇത് പാവപ്പെട്ട വീട്ടിൽ നിന്ന് കെട്ടരുത്, അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഒന്നില്ലെങ്കിൽ ഞാൻ കല്യാണം കഴിക്കില്ല, കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് മാത്രമേ ഞാൻ കഴിക്കൂ. നിർബന്ധം പിടിച്ച് അങ്ങനെ അമ്മ ഒന്നും പറയുന്നില്ല. അമ്മ അന്ന് ഇത്തിരി സൈലൻ്റാണ്. അപ്പൻ ഇങ്ങനെ പറയുന്നത് കഴിഞ്ഞപ്പോൾ ഞാനൊരു സുപ്രഭാതത്തിൽ, അന്ന് ഞാൻ മാളയിൽ ഒരു കടയിൽ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. തോമസ് ടൈലേഴ്സിലല്ല, ഞാനൊരു ഇടുക്കിയിലെ അന്തോണിച്ചേട്ടൻ എന്ന് പറഞ്ഞ ആളുടെ കടയിൽ ഞാൻ മെഷീൻ ഇട്ടിട്ട് തയ്ച്ചുകൊണ്ടിരിക്കുന്നു. മറ്റേ യൂതപ്പള്ളിയുടെയൊക്കെ ആ സൈഡിൽ ഇപ്പം ഒരു ജ്യൂസ് കടയില്ലേ, മറ്റേ ഫ്രൂട്ട്സും ഇതൊക്കെ വെക്കണില്ലേ, ആ കട. അപ്പം ഞാനൊരു സുപ്രഭാതത്തിൽ, അപ്പം അന്ന് എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, രാജു എന്ന് പറഞ്ഞിട്ട്, ഉറ്റ സുഹൃത്താണ്. ഞങ്ങൾ നല്ലോണം സുഹൃത്തുക്കളായിരുന്നു. അപ്പോൾ ആ പുള്ളി എന്നും കടയിൽ വരും. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, എടാ രാജു, എനിക്കൊന്ന് മാറി നിൽക്കണം, എന്തൊരു വഴി നിൽക്കും, എന്നാൽ വാ അങ്ങോട്ട് പോരും, നമുക്ക് അവിടെ ആണെങ്കിൽ നല്ല കാലം, ഗൾഫിൻ്റെ നല്ല അന്തരീക്ഷം, ഇഷ്ടം പോലെ പണി കിട്ടും. തോമസ് അല്ല, മലപ്പുറത്തേക്ക് ആള് ചെത്തുകാരനല്ലേ, ചെത്തുകാരനാണ്. അങ്ങനെ പുള്ളിയുടെ കൂടെ ഞാനൊരു സുപ്രഭാതത്തിൽ വീട്ടിൽ പോലും പറയാതെ ഈ മെഷീനൊക്കെ അഴിച്ച് ചാക്കിൽ കെട്ടി ഇവിടുന്ന് ബസ്സിന് മലപ്പുറത്തേക്ക് വീണു. അന്ന് 22 വയസ്സ്, 22 വയസ്സുണ്ട്. അന്ന് മുടിയൊക്കെ വളർത്തി നല്ല ചുള്ളനായിട്ട് അതായത് നടക്കുന്നൊരു കാലഘട്ടമാണത്. ശരിയാണ്, ഹിപ്പി. അങ്ങനെ അവിടെ പോയി. അത് കഴിഞ്ഞിട്ട് ഒരു വിവരമില്ല, വീട്ടുകാർക്കും വിവരമില്ല, ഞാൻ പോയിട്ട് പറയാതെ പോയേ. അങ്ങനെ അവിടെ ചെന്ന് ഒരു കടയൊക്കെ എടുത്ത് തയ്ച്ചു. അപ്പോൾ അവരുടെ മുകളിലാണ് താമസിക്കുന്നത്. അതിൻ്റെ മുകളിൽ തന്നെ അവർ താമസിക്കുന്നത്. 3-4 വേറെ ആളുണ്ട്, സുഹൃത്തുക്കൾ. ഇപ്പോൾ മറ്റേ അവരൊക്കെ ആയിട്ട് രാത്രി പണി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെന്നിരുന്ന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കഴിക്കും. ഇതൊക്കെ കഴിഞ്ഞ് ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ഭയങ്കര വിഷമമായി. അമ്മയെ കാണാതിരിക്കുക എന്നുള്ളത് എനിക്കൊരു ഭയങ്കര പ്രയാസമാണ്. അമ്മയ്ക്കും അങ്ങനെ തന്നെ. അല്ല, അപ്പോൾ ഈ ലവ് ആയിട്ട് അങ്ങനെയല്ലേ പോയത്? അതെ. അപ്പോൾ ഈ പെൺകുട്ടിനോട് എന്ത് പറഞ്ഞു? അതിനോട് പറഞ്ഞില്ലേ? നാടുവിട്ട് പോയി. ഒരാൾക്കൊരുമില്ല. ഇന്നത്തെ മാതിരി ഫോണോ സൗകര്യങ്ങളൊന്നും ഇല്ലെന്ന്. കാരണം എഴുത്തെഴുതിയാലൊക്കെ 5-8 ദിവസം കഴിഞ്ഞിട്ടല്ലേ ഇവിടെ, 6-7 ദിവസം കഴിഞ്ഞില്ലേ ആ സമയം. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഞാനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കത്ത് വീട്ടിലേക്ക് എഴുതി. ഞാൻ പറഞ്ഞ്, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഞാനിങ്ങനെ മലപ്പുറത്തുണ്ട്, എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ ഉണ്ട്, എനിക്ക് അത്യാവശ്യം പണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ വന്നോളാം എന്നൊക്കെ പറഞ്ഞിട്ട് കത്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്നൊരു മറുപടി വന്ന്, അഡ്രസ്സൊക്കെ വെച്ച് അവർ പോസ്റ്റ് ഓഫീസിൻ്റെ അടിയിലാണ് ഈ കട. വന്ന് മോനെ ഇങ്ങോട്ട് പോര്, കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് പറയുന്ന മാതിരി തന്നെ നിനക്ക് അത് കെട്ടിച്ച് തരാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട്. അപ്പം ഇവിടെ ആണെങ്കിൽ വീട് പൊളിച്ചിട്ടേക്കാണ്, അപ്പോൾ അതിന് പൈസ ചിലവൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ ആ പിന്നത്തെ കത്തിനോടൊപ്പം ഒരു 25 രൂപ മണി ഓർഡർ അയച്ചു. അന്ന് 79 കാലഘട്ടം നൽകണം. 25 രൂപ അന്ന് ഞാൻ ഉണ്ടാക്കി, വലിയൊരു എമൗണ്ടാണ്. 25 രൂപ എന്ന് പറയുന്ന കൂടാണ്. ഞാൻ ഏതായാലും വീട് പണി ഇതിന് മുകളൊക്കെ ഇതൊക്കെ വൃത്തിയാക്കിയല്ലേ, എന്തായാലും എൻ്റെ ഒരു വക 25 രൂപ ഞാൻ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മണി ഓർഡർ അയച്ച്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ എനിക്ക് തോന്നി പുള്ളിനൊന്ന് നമ്മുടെ ലവറെന്ന് കാണണം എന്നുള്ളൊരു താല്പര്യം വന്നു. മേഴ്ചേച്ചി അതന്നെ. അപ്പോൾ ഒരു മാസത്തിൽ കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ നിന്ന് പയ്യെ പോന്നു. വീട്ടിലേക്കൊന്നും അറിയിച്ചില്ല, പയ്യെ വന്ന് അന്ന് സുപ്രഭാതത്തിൽ വന്ന് വീട്ടിൽ വന്ന് വഴി ഭയങ്കര സന്തോഷമായി. അപ്പോൾ വന്ന വഴി അമ്മ ചോദിച്ചു, ഇനി പോകുന്നുണ്ടാടാ? ഞാൻ പറഞ്ഞു, പിന്നെ ഞാൻ മിഷ്യനും കാര്യങ്ങളൊക്കെ അവിടെ കഴിക്കണം, നല്ല പണിയുണ്ട്, നല്ല കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അമ്മ പറഞ്ഞ്, നീ ഇങ്ങോട്ട് പോര്, അതൊക്കെ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് പോര്, നിനക്ക് കല്യാണം കഴിച്ചു തരുന്നോളാം ഞങ്ങൾ, കുഴപ്പമൊന്നുമില്ല. ഞാൻ അപ്പനോട് പറഞ്ഞിട്ട്, അപ്പൻ അപ്പോഴും മിണ്ടാട്ടത്തിൽ കുറവാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഈ വേറെ കാര്യമുണ്ട്, ഈ സ്ത്രീധനം. അപ്പൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അപ്പന്മാരുടെ പോലെ ആയിരുന്നു അന്നത്തെ അപ്പന്മാർ.
ആളൊരു രസമായിരുന്നു. അല്ല ഇന്നെന്ന് പറയുന്നത് എന്ന് വെച്ചാൽ പിള്ളേരിപ്പം നമ്മളെ വന്ന് നമ്മളെ മേത്ത് കയറിയാണ് കളിക്കും. ഏത് അന്നാ? ഇന്ന് ഞാൻ വീട്ടിൽ പിള്ളേർ നമ്മളെ കാത്തുകയാണ്. അല്ലല്ല, എനിക്ക് ഇതോടുകൂടി അപ്പനോട് ഭയങ്കര വൈരാഗ്യമായില്ലേ. ആ കളിയൊന്നും അന്നില്ല കേട്ടോ ജിജോ. കാരണം വെച്ചാൽ ഈ പിള്ളേർ വന്ന് മേത്ത് കയറിയിരിക്കുക, അല്ലെങ്കിൽ വിശേഷങ്ങൾ ചോദിക്കുക. ആ കാലഘട്ടത്തിൽ അങ്ങനെയൊന്നുമില്ല. നമുക്ക് നേരത്തിന് ഭക്ഷണം തരാം. അതും ഒരുപാട് പട്ടിണി കിടന്നുണ്ട്. പട്ടിണി എന്നല്ല, വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാനായിട്ട് അതായത് വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം പക്ഷെ അന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഞ്ഞിയാണ് തരാം നമുക്ക്. കാരണം അന്ന് അരിയില്ലാത്തതിൻ്റെ പേരിൽ കഞ്ഞി, ഒരു കലം വെള്ളം വെച്ചിട്ട് കഞ്ഞി ഉണ്ടാക്കും. ഈ കഞ്ഞി ഉണ്ടാക്കിയിട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു പാത്രത്തിൽ ചോറ് കൂടുതലിട്ടിട്ട് അമ്മ തരും. അപ്പോൾ അനിയനും ചേട്ടനൊക്കെ ഇതൊക്കെ നോക്കും, എൻ്റെ പാത്രത്തിലേക്ക് ഇങ്ങനെ നോക്കും. പക്ഷേ ഞാൻ പകുതി കുടിക്കുള്ളൂ, പകുതി അമ്മയ്ക്ക് കൊടുക്കും. അതാണ് അമ്മ അങ്ങനെ ചെയ്യണത്. ഇപ്പോൾ ആ കാലഘട്ടത്തിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൻ പണിക്ക് പോയിട്ട് വരുമ്പോൾ, അതായത് ഈ ചക്കയൊക്കെ ഉള്ള കാലമാണെന്നുണ്ടെങ്കിൽ ഒരു ചക്കയും കൊണ്ടുവരും. ചിലപ്പോൾ പഴുത്തതായിരിക്കും, ചിലപ്പോൾ ഈ പച്ചയായിരിക്കും. ഞാൻ ഈ പാടത്തിൻ്റെ അരിയത്ത് നിന്ന് നോക്കും, അപ്പൻ്റെ ടൈം നോക്കിയിട്ട് ഇത് തലയിൽ വെച്ചിട്ട് ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ ഓടും വീട്ടിലേക്ക്. ഓടി അരിവാളും കാര്യങ്ങളൊക്കെ എടുത്തത് മുറിക്കാനുള്ള, പഴുത്തതാണോ പച്ചയാണോ എന്നൊന്നും അറിയില്ല, ചിലപ്പോൾ പഴുത്തായിരിക്കും. അപ്പോൾ അത് കൊണ്ടുവന്ന് ഫസ്റ്റിൽ മുറിച്ചിട്ട് എനിക്കൊരു തുണ്ടം തരും, വേഗം ചെത്തി തന്നിട്ട്. അപ്പോൾ ഇവർ ചേട്ടനും അനിയനൊക്കെ ഇങ്ങനെ നോക്കും, എനിക്കാണ് ആദ്യം തരുള്ളൂ. അതങ്ങനെ എന്ത് തന്നെയാലും അങ്ങനെ തന്നെയാണ്. ഞാൻ ഇവർ കൊടുത്ത് ചെത്തി കൊടുക്കണതിന് മുന്നേ ഇത് ഞാൻ കടിച്ച് ചവച്ച് ഒരു കണക്കിനാണ്ട് ഇറക്കും. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും നോക്കിയിരിക്കും. എന്നിട്ട് പിന്നെ വിശപ്പ് മടല് വരെ കാര്യം എനിക്കറിയാം. ഞാൻ ഇത് ഉണ്ടാക്കി പറയുന്നതൊന്നുമല്ല, സത്യമായ കാര്യങ്ങളാണ് ഈ പറയണത്. ചക്കയുടെ മടല് വരെ കാര്യമെന്ന്. വിശപ്പ് അന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, വേറെ ഏട്ടഭക്ഷണമോ കാര്യങ്ങളൊന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ ചേമ്പ് അത് ഇതൊക്കെ ചിലപ്പോൾ അമ്മ ഒരു കൂട്ടുകറിയൊക്കെ ഉണ്ടാക്കി തരും. അത് കഴിച്ചു കഴിഞ്ഞിട്ട് അതൊക്കെ അന്നത്തെ വിശപ്പടക്കുന്നത് അങ്ങനെയാണ്. ഇന്ന് നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം നമ്മുടെ പിള്ളേർക്ക് ഇഷ്ടമില്ല. തട്ടുകടയിൽ പോവുക, ഹോട്ടലിൽ പോവുക, ഇതൊക്കെ കഴിക്കുന്ന ഒരു കാര്യമാണ്, കാലഘട്ടമാണ്. പക്ഷെ അന്ന് അങ്ങനെയല്ല. അന്ന് ആ ഭക്ഷണത്തിന് ഒരു ഭയങ്കര രുചി ഉണ്ടായിരുന്നു. അന്ന് വിശപ്പടക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഭക്ഷണം കഴിക്കുന്നത്. ഇന്ന് ഭക്ഷണം കഴിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അലങ്കാരത്തിന് വേണ്ടിയിട്ടാണ് ശരിക്കും പറയുകയാണെങ്കിൽ. കുഴിമന്തി, ചട്ടിച്ചോറ്, അങ്ങനെ നമ്മൾ ചട്ടിച്ചോറ് ഇട്ടില്ലേ. സത്യം അന്ന് ഞാൻ ആ കാലഘട്ടം പറയണ്ടല്ല. ഞാൻ പണ്ട് എനിക്ക് അമ്മ ചട്ടിയിലെ ചോറ് പറഞ്ഞൊരു കാര്യമല്ലേ, അത് സത്യമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കന്ന് ചട്ടിയായിരുന്നു, ചട്ടിയിലാണെന്ന് തന്നത് കഞ്ഞി. അന്ന് കഞ്ഞി, ചട്ടിച്ചോറല്ല, കഞ്ഞിയാണ് നമുക്ക് തരുന്നത്. ആ കഞ്ഞി കുടിച്ച് വളർന്നൊരു ആളാണ് ഞാൻ. പിന്നെ ഒരുപാട് അപ്പൻ എന്നെ തല്ലിയിട്ടുണ്ട്. ഇത്തിരി കുറുമ്പുള്ളായിരുന്നു ചെറുപ്പത്തിലോട്ട്. ഇത്തിരി കുറുമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ അത് കുറുമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് പുലിവാല് നടക്കണമെങ്കിലും അതിൻ്റെ ഉള്ളിൽ ഞാനുണ്ടാവും. ഞാൻ അവിടെ തല കാണിച്ച് നിൽക്കണ്ടാവും. അവസാനം വരുമ്പോൾ തോമസ് ഉണ്ടായിരുന്നു അതിൽ. എവിടെ ഞാൻ ഒന്നിലും ഇടപെട്ടില്ല എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ബന്ധു, അന്ന് ബന്ധുവല്ല, ആളപ്പനോട് വന്നിട്ട് പറഞ്ഞ് തോമസ് സ്കൂളിൽ കസേരയമ്മ അപ്പിയിട്ട് വെച്ച് ഒന്ന് പറയണ്. ഞാൻ വന്നത് നോക്കി അപ്പം നിന്ന് വന്ന് ചോദിച്ച്, തോമസേ നീ സ്കൂളിൽ കസേരയമ്മ അപ്പിയിട്ട് വെച്ചാ? ഇല്ല. നേര് പറഞ്ഞോ നീ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വഭാവമാണ്. ഇല്ലപ്പാ, ഞാൻ ഞാനങ്ങനെ ഒരു സംഭവം എനിക്കറിയില്ല, അത് ആരിട്ടേന്നും എനിക്കറിയില്ല, ഇത് ആരെ പറഞ്ഞെന്ന് ചോദിച്ചു. പറഞ്ഞ ആളൊക്കെയാണ് പോട്ടെ, നീ ചെയ്തു എന്ന് ചോദിച്ചു. ഇല്ലേ അപ്പം ഞാൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൻ അന്നൊരു കയറെടുത്തിട്ട് എന്നെ ഒരു തെങ്ങുമേട് കെട്ടിയിട്ടിട്ട് അങ്ങോട്ട് അടി തുടങ്ങി. ഗംഭീരമായിട്ട് ഞാൻ നിന്നങ്ങോട്ട് കരയാണ്. കരഞ്ഞു കഴിഞ്ഞിട്ട് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മ ഇത് കണ്ടുവന്നിട്ട് വിട് അവനെ വിടുന്ന അമ്മ ഇത് കണ്ടിട്ട് വിടാണ്ടായിപ്പോൾ അമ്മ ചെന്നിട്ട് അമ്മിപ്പിള്ളി എടുത്തിട്ട് അമ്മയുടെ നെഞ്ചത്തിരിക്കുകയാണ്. അത് കണ്ടോടുകൂടി എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ സകല എന്നെ കെട്ടിയിട്ടേക്കല്ലേ. അപ്പോഴേക്കും അപ്പൻ ഓടിച്ചെന്ന് അമ്മനെ പിടിച്ച്, അപ്പോഴേക്കും വന്ന് എന്നെ അഴിച്ചിട്ട് ഞാൻ ചെന്ന് അമ്മനെ കെട്ടിപ്പിടിച്ച് എന്നോട് വിളിച്ച് അത് ഞാൻ നേരെ ചെന്നിട്ട് ഞാൻ നോക്കുമ്പോൾ ഒരു കരിങ്കല്ലെടുക്കണം. ഈ കരിങ്കല്ലെടുത്തിട്ട് തലയിൽ ഒരൊറ്റിട്ടലാണ് ഞാൻ ചത്തുപോട്ടെന്ന് പറഞ്ഞിട്ട്. പൊട്ടി ആടെ ഇപ്പോഴും എൻ്റെ തലയിൽ ചോര ഒലിച്ച് ഇങ്ങനെ വീഴാണ്. ഒരൊറ്റ ഓട്ടമാണ് അതും വെച്ചിട്ട് ഓടി. ഇവർക്ക് ഓടാനൊന്നും സാഹചര്യമില്ല. ഞാൻ അന്ന് ഭയങ്കര ഓട്ടക്കാരാണ്, ഞാൻ നന്നായിട്ട് ഓടും. അങ്ങനെ ഓടി സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറേ മാറിയെന്ന് അവരൊന്ന് വിഷമിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് കഴിഞ്ഞ് കുറേ മറ്റേ തെങ്ങിൻ്റെ പൊറ്റൊക്കെ എടുത്തിട്ട് തലയിൽ ഞാൻ വെച്ചിട്ട് വന്ന്. അന്ന് ആസ്പത്രിയിൽ പോകുന്ന പരിപാടിയൊന്നുമില്ല ശരിക്കും പറഞ്ഞാൽ. പൊട്ടി നാശമായി. പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ എന്തിട്ട് ചായലേ മഞ്ഞപ്പൊടിയോ ഏതാണ്ടൊക്കെ ഇട്ടിട്ട് അമ്മ ഇതൊക്കെ ഇത് വെച്ചാൽ അന്ന് ആസ്പത്രി പോകുന്ന പരിപാടിയൊന്നുമില്ല.
അങ്ങനെയൊക്കെ ജീവിച്ചൊരു വ്യക്തിന്. പക്ഷേ ആ ഒരു വിഷമം അപ്പനോട് എനിക്കുണ്ടായിരുന്നു. ശരിക്കും ഞാൻ ചെയ്യാത്ത കുറ്റത്തിന്. അല്ല, ആൾക്ക് അറിയില്ലായിരുന്നല്ല. ഇല്ല, അത് പറഞ്ഞത് ഇന്ന് എൻ്റെ ഒരു ബന്ധുണ്ട് അത് പറഞ്ഞു കൊടുത്തത്. തോമസ് അങ്ങനെ ചെയ്തു എന്ന്. അല്ല, തോമസ് അല്ല അന്ന് ഒരു നല്ല കുട്ടിയായിരുന്നല്ല. നല്ല കുട്ടിയാണ്, പക്ഷേ അതുകൊണ്ടായിരിക്കും വിശ്വസിച്ച്. അത് വിശ്വസിച്ചു. കാരണം ഞാൻ കുറുമ്പനാണ്, ഭയങ്കര കുറുമ്പനായിരുന്നു. ആര് ചെയ്തെന്ന് ഇപ്പോഴും അത് വെളിപ്പെട്ടില്ല. ഞാൻ പല പ്രാവശ്യം ഉണ്ടായി. കസേരമാരോ ടീച്ചറിനോട് വൈരാഗ്യമുള്ള ആള്, അതായത് അതേമാതിരി ഒരു സംഭവമാണ്. ഞാൻ മാളെ പഠിച്ചിരിക്കുമ്പോൾ 8ൽ പഠിക്കുന്നത്, ഞാൻ അന്ന് നല്ല മാർക്കോടെ, ഇതിനൊക്കെ ചരിത്രങ്ങൾ വേറെ പറയാണ്ട്, എന്നാലും ഒരു ടീച്ചറുടെ നിന്ന് ഇതേമാതിരി എനിക്ക് അടിയിട്ടുണ്ട്. ഈ ത്രേസ്യാമ ടീച്ചർ എന്നാട്ടിയാണ് ടീച്ചർ പേരെന്ന് എനിക്ക് മാലിൻ റോസ്റ്റ് ചെയ്യുന്നത്. ഈ ടീച്ചർ എൻ്റെ കുറുമ്പ് അന്നുണ്ട്. 8ൽ പഠിക്കുമ്പോഴും ഭയങ്കര കുറുമ്പ, ഇങ്ങനെ ഒരു വാശിയുമായിരുന്നു, ഒരു കുറവുമില്ല. അങ്ങനെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം ടീച്ചർ വന്ന് കസേരം ഇരുന്നപ്പോൾ ചൊറിച്ചിൽ തുടങ്ങി. പൊടി, ഭയങ്കര പൊടി. ഇത് ആരോ ടീച്ചറോട് വൈരാഗ്യമുള്ള ആൾ കൊണ്ടുവന്ന് ഇട്ടതാണ് സത്യത്തിൽ. പക്ഷെ എന്നെയാണ് ക്രൂശിച്ചത്. ഞാനാണിത് ചെയ്തതെന്ന് പറയുന്നത്. കാരണം എൻ്റെ ചില സത്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ അന്നത്തെ ഹീറോ അല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹീറോ ആണ്. കാരണം കുറുമ്പിൽ ഇത്ര ഹീറോ ആണല്ലോ. ഞാൻ ടീച്ചറോട് പറഞ്ഞു, ടീച്ചറെ ഞാൻ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനത്തെ ആളല്ല, ഞാൻ അങ്ങനെ എനിക്കൊരു വൈരാഗ്യ ബുദ്ധിയോ കാര്യങ്ങളുള്ള ആളല്ല, ഞാൻ ടീച്ചറോട് എന്തിനാ അങ്ങനെ ചെയ്യണം, ഞാനിത്ര കുറുമ്പുള്ള ആളാണ് ശരിയാണ്, പക്ഷെ ഞാനങ്ങനെ എന്നിട്ടും അതെല്ലാവരും വിശ്വസിച്ച് ഞാൻ തന്നെ ചെയ്തെന്നുള്ളത്. അങ്ങനെ ഒരു സാഹചര്യവും എനിക്ക് സ്കൂളിൽ നിന്നുണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ കഥകൾ പറഞ്ഞാൽ കംപ്ലീറ്റ് സാഡായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇതൊക്കെ തന്നെ. അപ്പോൾ അപ്പനോട് അന്നോടങ്ങി എനിക്കൊരു ചെറിയൊരു നീരസം ഉണ്ടായിരുന്നു. കാരണം ഒന്നാമത്തെ പെണ്ണ് കെട്ടിച്ചേരാത്തത്, രണ്ടാമത്തത് ഈ അടിച്ച് തല്ലി എന്നെങ്ങനെ കെട്ടിയിട്ട് അടിച്ച ഒരു ഇതൊക്കെ, അത് മരിക്കുന്നത് വരെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഗൾഫിലൊക്കെ പോയി, അപ്പോഴും എനിക്ക് ആ നീരസം ഉണ്ടായിരുന്നു അപ്പനോട്. കാരണം ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് എന്നെ തല്ലി ആവശ്യത്തേക്ക് അങ്ങനെ. അന്ന് ആ ചേട്ടനെ അനിയനെ അപ്പൻ തൊടില്ല. അവർ കാണിക്കാത്ത വൃത്തികേടെന്നല്ല, കുറുമ്പില്ല. പക്ഷെ അതറിയില്ല, അതാരും അറിയില്ല. അങ്ങനെ ആ ഒരു വിഷമമാണ് എനിക്ക് മനസ്സിൽ ശരിക്കും. കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളി അപ്പനോട് എനിക്ക് ആ വിഷമൊക്കെ മാറി. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ ഒരു പ്രായമായി കഴിഞ്ഞാൽ ഇനി ഇത് എപ്പോഴാണ് എന്താണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. ആ ഒരു കാലം. പിന്നെ ഞാൻ പുറത്താണ്, വരുമെന്ന് കഴിഞ്ഞാൽ അപ്പനായിട്ട് സംസാരിക്കും, കാര്യങ്ങളും ഇതൊക്കെ ചെയ്തിട്ട്. അപ്പോൾ അതാണ് എൻ്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്. ഇതിന് ഇനി ജിജോന് പറയാനുള്ള കാര്യങ്ങൾ പറയും. ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ഇതിലേക്ക് പറയാം അല്ലേ? ഇനിയുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. എനിക്ക് രസകരമായ കാര്യങ്ങൾ ഇഷ്ടം പോലെ എനിക്ക്. ഞാൻ അച്ഛനായാൻ പോയ ഒരു കഥയുണ്ട്, അത് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം. പള്ളിയിൽ അച്ഛനാകാൻ പോയി ഞാൻ, എന്നിട്ട് പ്രാർത്ഥനയൊക്കെ പഠിച്ചു. പിതാവേ എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടാണ് ഞാൻ പോയത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ പാട്ടുറുവാനെല്ലാനായിട്ട്.